ഹായ്, വെൽക്കം ടു കാറ്റലിസ്റ്റ്. +2 ക്വാർട്ടേർലി എക്സാമിന് എന്തായാലും 100% ഷുവർ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആണ് മെയിൻ ആയിട്ട് ക്വാർട്ടേർലി എക്സാമിനുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ ആദ്യം ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരാം. എന്താണ് നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പ്രൈസ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഡിമാൻഡിൽ ചേഞ്ച് വരുത്തും അല്ലെ. നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് ഒക്കെ പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡിമാൻഡ് കുറയും. അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടും എന്നുള്ളതെല്ലാം നമ്മൾ പഠിച്ചതാണ്. പക്ഷെ അതിൻ്റെ ഒരു ഡിഗ്രി എത്രത്തോളമാണ്, അതിന്റെ റെസ്പോൺസീവ് എത്രത്തോളമാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അതാണ് നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ പ്രൈസ് എന്ന് നമ്മൾ പറയും. അതായത് പ്രൈസിൽ ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് ഡിമാൻഡ് എത്രത്തോളം ചേഞ്ച് ആവുന്നു, അതിന്റെ മെഷർമെന്റ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത്. അപ്പോൾ ടോപ്പിക്കൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. നമുക്ക് അതിലെ പ്രോബ്ലം എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വരുന്നത് നോക്കിയേ. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? പ്രൈസ് ഓഫ് എ കമോഡിറ്റി ഡിക്രീസസ് ഫ്രം 50 to 40 and as a result the demand increases from 100 to 140. Calculate price elasticity of demand. എന്താ ഇവിടെ പറയുന്നത്? ഒരു കമോഡിറ്റിന്റെ പ്രൈസ് എന്ത് സംഭവിച്ചടാ, 50 നിന്നും 40 ആയിട്ട് ഒരു കമോഡിറ്റിന്റെ പ്രൈസ് ഡിക്രീസ് ആയി. അപ്പൊ എന്താ സംഭവിച്ചേ? അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഡിമാൻഡിന് എന്ത് സംഭവിക്കുകയാണ്? 100 ഉണ്ടായിരുന്ന ഡിമാൻഡ് 140 ആയിട്ട് ഇൻക്രീസ് ആയി. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ നമ്മുടെ ഇക്വേഷൻ എന്താണ് ഇലാസ്റ്റിസിറ്റി കാണാനുള്ള? എല്ലാവർക്കും അറിയാലോ ഇക്വേഷൻ. ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു, ഇലാസ്റ്റിസിറ്റിനെ നമ്മൾ ഇ എന്നാണ് ഡിനോട്ട് ചെയ്യുക അല്ലേ. അപ്പം ഇ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. എന്താ നമ്മുടെ ഇക്വേഷൻ എന്താണ് വരുന്നത്? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്നുള്ളതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, എന്താണ് ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാല്? എന്താണ് ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാല്? ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ആണ്, ചേഞ്ച് ഇൻ ഡിമാൻഡ് ആണ്. ഡെൽറ്റ പി എന്ന് പറഞ്ഞാല് ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. ഡെൽറ്റ പി എന്താണ്? ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. അപ്പൊ എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ്, എന്താണ് ഇ പി? ഇ പി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പ്രൈസ്. നമ്മുടെ ആദ്യം തരുന്ന പ്രൈസ് ഉണ്ടല്ലോ, ആദ്യം തരുന്ന ഈ പ്രൈസ് ഉണ്ടല്ലോ, ഇതാണ് ഒറിജിനൽ പ്രൈസ്. ക്യൂ എന്ന് പറഞ്ഞാല് ഒറിജിനൽ ക്വാണ്ടിറ്റി, ഒറിജിനൽ പ്രൈസും ഒറിജിനൽ ക്വാണ്ടിറ്റിയും. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം എന്താ നമ്മുടെ ഇക്വേഷൻ എന്താണ് വരുന്നത്? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡെൽറ്റ ക്യൂ എത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ? എത്രയാണ് നമ്മുടെ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത്? 50യിൽ നിന്നും എത്രയായിട്ടാണ് ഇൻക്രീസ് ആയത്? 50യിൽ നിന്നും എത്രയായിട്ടാണ് നമ്മുടെ ഇത് ഇൻക്രീസ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞേ. എത്രയാണ് നമ്മളുടെ ഇൻക്രീസ് ആയിട്ടുള്ളതെന്ന് നോക്കിയേ. എത്രയാണ് നോക്കിയതാ? 50യിൽ നിന്നും 40യിലേക്ക് ഡിക്രീസ് ആയി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെൽറ്റ പി എന്ന് പറയുന്നത് 10 ആണ്, -10 ആണ് വരിക. നമ്മൾ പക്ഷെ ഇവിടെ ആബ്സല്യൂട്ട് വാല്യൂ മാത്രമേ എടുക്കുള്ളൂ, നമുക്ക് 10 എന്ന് എഴുതിയാൽ മതി. ഇനി ഡെൽറ്റ ക്യൂ എത്രയാണ് വരുന്നത്? 100ൽ നിന്നും 140 ആയിട്ടാണ് കുറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 40 ആണ്. എങ്കിൽ നമുക്ക് ആ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ഒന്നുകൂടെ ശ്രദ്ധിക്കുക എല്ലാവരും, നമുക്കൊന്ന് പ്രോബ്ലം ചെയ്ത് നോക്കാം. നോക്കിയേ, ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു 40. ഇപ്പൊ 40 ബൈ ഡെൽറ്റ പി എന്ന് പറയുന്നത് 10 ആണ്. 40 ബൈ 10 ഇൻറ്റു എത്രയാണ് വരുന്നത്? 40 ബൈ 10 ഇൻറ്റു എത്രയാണ് വരുന്നത് നോക്കിയേ. ഒറിജിനൽ പ്രൈസ് എത്രയാണ് വരുന്നത്? ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 50 ആണ്. 50 ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ എത്രയാണ് 40 ബൈ 10 എന്ന് പറഞ്ഞാൽ? 40 ബൈ 10 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു അതേപോലെ തന്നെ 50 ബൈ 100 എന്ന് പറയുമ്പോൾ 0.5. 4 ഇൻറ്റു 0.5 എത്രയാണ്? 4 ഇൻറ്റു 0.5 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 ആണ് നമ്മുടെ ആൻസർ വരിക. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് കിട്ടുന്ന ആൻസർ 1നേക്കാളും വലുതാണെങ്കിൽ നമ്മൾ എന്ത് ഇലാസ്റ്റിസിറ്റി ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുക? ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് പറയുക. ഇതിന്റെ 5 ഡിഗ്രീസ് ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യടാ പറയാം. അപ്പൊ നോക്കിയേ, നമ്മുടെ ആൻസർ എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത്. നമ്മൾ എങ്ങനെ ആൻസർ കണ്ടുപിടിച്ചേ നോക്കിയേ. ദാ പ്രൈസിലുള്ള ചേഞ്ച് ബൈ ഡിമാൻഡിലുള്ള ചേഞ്ച് ഇൻറ്റു ഡെൽറ്റ ചേഞ്ച് ഇൻ പ്രൈസ് ബൈ ഡെൽറ്റ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഇൻറ്റു പി ബൈ ക്യൂ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നമുക്ക് കിട്ടും? നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക്
അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ചോദ്യമാണ്, പ്രൈസ് ഓഫ് എ കമോഡിറ്റി ഇൻക്രീസസ് ഫ്രം 56% ആൻഡ് ഡിമാൻഡ് ഡിക്രീസസ് 25%. കാൽക്കുലേറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഒരു കമോഡിറ്റിന്റെ പ്രൈസ്, നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് എത്ര ഇൻക്രീസ് ആയി? 56% പ്രൈസ് ഇൻക്രീസ് ആയി. അപ്പൊ ഡിമാൻഡ് എന്ത് സംഭവിച്ചു? ഡിമാൻഡ് 25% ഡിക്രീസ് ആയി. അപ്പൊ ചില സമയത്ത് നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ ഡയറക്റ്റ് പെർസെൻറ്റേജ് ആയിരിക്കും തരാം. അപ്പൊ നമ്മൾ വേറൊരു ഇക്വേഷൻ ആണ് ഇവിടെ എന്ത് ചെയ്യേണ്ടതാ? യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ ഇക്വേഷൻ നോക്കിയോ, ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. വെരി സിമ്പിൾ, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കണം. അല്ല നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് പെർസെൻറ്റേജ് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ ഇടാം? ഡയറക്റ്റ് ആയിട്ട് അതിനെ രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ് നോക്കിയേ, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് എന്ന് പറയുമ്പോൾ 25 ഡിവൈഡഡ് ബൈ 56 എന്ന് വരും. നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 0.44 എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ. ചേഞ്ച് ഇൻ ഡിമാൻഡ് എത്രയാണ്? ചേഞ്ച് ഇൻ ഡിമാൻഡ് എത്രയാണ് നോക്കിയേ, 25% ആണ്. ചേഞ്ച് ഇൻ പ്രൈസ് എത്രയാണ്? 56% ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? രണ്ടിനെയും തമ്മിൽ ഡിവൈഡ് ചെയ്യുക. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് ഈസ് ഈക്വൽ ടു 0.44 എന്ന ആൻസർ കിട്ടുന്നു. അത് മാത്രമല്ല, അത് 1നേക്കാളും ലെസ് അല്ലേ? ലെസ് ദാൻ 1 അല്ലേ? 1നേക്കാളും കുറവാണെങ്കിൽ നമ്മൾ ഇലാസ്റ്റിസിറ്റിനെ എന്താ വിളിക്കുക? ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുക? ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് വിളിക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ 1നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കും. 1നേക്കാളും ലെസ് ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കടാ? ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? വിളിക്കുക. അപ്പൊ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ നമുക്ക് ഈ രീതിക്കുള്ള പ്രോബ്ലംസ് ആണ് വരിക. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഇക്വേഷൻസ് ഒന്നും ഇവിടെ നോക്കാം. നോക്കിയേ, ഏതൊക്കെയാണ് ഇക്വേഷൻ നമ്മളിപ്പോൾ പഠിച്ചേ? നമ്മളോട് ഡയറക്റ്റ് പെർസെൻറ്റേജ് തരികയാണെങ്കിൽ നമ്മൾ കാണേണ്ട ഇക്വേഷൻ ഏതാണ്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അല്ല നമുക്ക് ഇക്വേഷൻ വേറെ രീതിയിൽ, അതായത് പ്രോബ്ലത്തിൽ നമുക്ക് ചേഞ്ച് കറക്റ്റ് പെർസെൻറ്റേജ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടേ? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ ആണ്. ഡെൽറ്റ ക്യൂ പറഞ്ഞാൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്, ഡെൽറ്റ പി പറഞ്ഞാൽ ചേഞ്ച് ഇൻ പ്രൈസ്, ആൻഡ് പി എന്ന് പറഞ്ഞ ഒറിജിനൽ പ്രൈസ്, ക്യൂ എന്ന് പറഞ്ഞാൽ ആദ്യം തന്ന പ്രൈസ് ആൻഡ് ആദ്യം തന്ന ക്വാണ്ടിറ്റി. ഇങ്ങനെയാണ് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ നോക്കാം ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. നമ്മൾ ഇങ്ങനെ പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഓരോ ആൻസറും ഏത് തരം ഇലാസ്റ്റിസിറ്റി ആണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് 5 തരം ഡിഗ്രീസ് ആണ് ഉള്ളത്. നമുക്ക് ഈ ഈക്വൽ ടു 0 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ നമ്മൾ ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ 0 ആണെങ്കിൽ നമ്മൾ അതിന് എന്താ പറയാ? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയും. ഈ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മൾ എന്താ പറയാ? ഇൻഇലാസ്റ്റിക് എന്ന് പറയും. ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ എന്താടാ പറയാ? ഈക്വൽ ടു 1 ആണെങ്കിൽ എന്ത് പറയും? യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് പറയും. നിങ്ങൾ ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ, നേരത്തെ ഇതേപോലെ പ്രോബ്ലം ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ ഇല്ലടാ, അത് ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് പറയും. ഗ്രേറ്റർ ദാൻ 1, 1നേക്കാളും വലുതാണെന്ന് വെച്ചാൽ 1, 2, 3, 4 ഒക്കെ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഇലാസ്റ്റിക് എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, ക്യാൻ ഡിവൈഡഡ് ബൈ 0 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആൻസർ ഇട്ടാറില്ലേ, അതിനെ നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക. ഇതാണ് 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സാമിന് 8 മാർക്കിനൊക്കെ പ്രോബ്ലം ആയിട്ട് ചോദിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ബഡ്ജറ്റിന്റെ ഇക്വേഷൻസ്. എന്തൊക്കെയാണ് ഇവിടെ ബഡ്ജറ്റിന്റെ ഇക്വേഷൻസ് എന്ന് നോക്കിയേ. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കൺസ്യൂമർ അയാളുടെ കയ്യിലുള്ള ഇൻകത്തിൽ നിന്നും ഗുഡ്സ് വാങ്ങാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് മണീനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കിവിടെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ് എന്ത് ചെയ്യാനുള്ളത്? ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഒന്നിവിടെ നോക്കിയേ, എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രൈസ് ഓഫ് 2 goods ആർ 6 and 4 റെസ്പെക്റ്റീവ്ലി ആൻഡ് ബഡ്ജറ്റ് ഓഫ് ദ കൺസ്യൂമർ ഈസ് 120 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഏതോ 2 ഗുഡ്സ്, ഒരു ഒന്നാമത്തെ ഗുഡിന്റെ വില എന്ന് വെച്ചാൽ ഗുഡ് 1ന്റെ പ്രൈസ് 6ഉം ഗുഡ് 2ന്റെ പ്രൈസ് 4ഉമാണ്. അയാളുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 120 ആണ്. നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഡിറൈവ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. നിങ്ങളോട് ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക? ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് ആദ്യം പഠിക്കണം. എന്താ ഇക്വേഷൻ എന്ന് പറയുന്നതെടാ? P1x1 പ്ലസ് P2x2 ഈക്വൽ ടു M. ഇതാണ് ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ. ഇതെല്ലാവരും കാണാതെ തന്നെ പഠിച്ചു വെക്കുക. എന്താ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? P1x1 പ്ലസ് P2x2 ഈക്വൽ ടു M എന്നുള്ളതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതെല്ലാവർക്കും ഡൗട്ടാണ്. എന്താണ് P1? സിമ്പിൾ ആണ്. P1 എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ഗുഡ് 1. ഗുഡ് 1ന്റെ വിലയാണ് P1. ഇതാ 6 ഉണ്ടല്ലോ, അതാണ് P1. എന്താണ് X1?
ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വൺ അയാൾ വാങ്ങിയ ക്വാണ്ടിറ്റി, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, നമുക്ക് ആവശ്യമില്ല ഇപ്പൊ ഇവിടെ. ഇനി P2 എന്ന് പറഞ്ഞാല് പ്രൈസ് ഓഫ് ഗുഡ് 2 ആണ്, രണ്ടാമത്തെ ഗുഡിന്റെ വിലയാണ്. X2 എന്ന് പറഞ്ഞാൽ അത് വാങ്ങിയ ക്വാണ്ടിറ്റി ആണ്, ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് 2. M എന്ന് പറഞ്ഞാല് ബജറ്റ് ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതാണ് ശരിക്കും നമുക്ക് ബജറ്റ് ലൈൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. P1x1 പ്ലസ് P2x2 ഈക്വൽ ടു M എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ നോക്കുക, നമ്മൾ എങ്ങനെയാണെന്ന് അറിയാം ഡിറൈവ് ചെയ്യുക. നിങ്ങളോട് എക്സാമിന് ചോദിക്കും, 1 മാർക്കിനായിരിക്കും ചോദിക്കുക. എന്താ ചോദിക്കുക? ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മളോട് പറയും. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, അത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇവിടെ തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ ഓരോ സാധനങ്ങളും ഇട്ടിട്ട് ഇക്വേഷൻ ഇങ്ങോട്ട് എഴുതിയെടുക്കുന്ന വെച്ചാൽ P1 എത്രയാ നമുക്കറിയാം, P1 6 ആണ്. അപ്പൊ 6 x1 നമുക്ക് അറിയില്ല, അപ്പൊ നമുക്ക് x1 എന്ന് തന്നെ എഴുതാം. 6x1 പ്ലസ് ഗുഡ് 2ന്റെ പ്രൈസ് 4, P2 എന്ന് പറഞ്ഞാൽ 4x2 ഈക്വൽ ടു M എന്ന് പറയുന്നത് എത്രയാ? 120. 1 മാർക്ക് കിട്ടി. മനസ്സിലായില്ലേ? നമ്മൾ ജസ്റ്റ് ഡിറൈവ് ബജറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമുള്ളൂ. 6x1 പ്ലസ് 4x2 ഈക്വൽ ടു 120 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? എഴുതി വെക്കാം. ഇനി വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ബി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്? നമുക്കറിയാം ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുന്ന വരേനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയാം. അപ്പൊ നമ്മളൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ പോട്ടെ, നമുക്കൊരു ബജറ്റ് ലൈൻ ഇവിടെ ഞാൻ റഫായിട്ട് വരയ്ക്കുന്നു. ഇതൊരു ബഡ്ജറ്റ് ലൈൻ ആണ് നിങ്ങൾ അസ്യൂം ചെയ്യുക. ബഡ്ജറ്റ് ലൈൻ ഇസ് എ സ്ട്രേറ്റ് ലൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബഡ്ജറ്റ് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ലേ ഹൊറിസോണ്ടൽ ലൈൻ? ഈ താഴെ കാണുന്നതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പോ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് ലൈന് ഹൊറിസോണ്ടൽ ലൈനിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ പറയാ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. എന്താണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബജറ്റ് ലൈന് നമ്മുടെ ഈ കാണുന്ന ഹൊറിസോണ്ടൽ ലൈനിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, HI എന്ന് നമ്മൾ പറയും. ക്ലിയർ അല്ലേ പറഞ്ഞേ? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ബജറ്റ് ലൈൻ എവിടെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ്? ഹൊറിസോണ്ടൽ ലൈനിൽ നമ്മുടെ ബജറ്റ് ലൈൻ ടച്ച് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നതടാ? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, M/P1. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? M/P1 ആണ് നമ്മുടെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കിയോ, HI is equal to ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് is equal to M/P1. M എത്രയാ നമുക്കറിയാം? 120 ആണ്. P1 എത്രയാണ് നമുക്കറിയാം? 6 ആണ് അല്ലെ P1. അപ്പൊ നമ്മൾ 120/6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടാം? ആൻസർ എത്ര കിട്ടാ പറഞ്ഞേ? 20 ആണ് നമ്മുടെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ M/P1 നമ്മൾ ചെയ്യുക, 120/6 നമ്മൾ ചെയ്യുക. അപ്പൊ നമുക്ക് 20 ആണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കിട്ടിയത്. അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇതിനും നമുക്ക് 1 മാർക്ക് കിട്ടി. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, ഇതിന്റെ C ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് നിങ്ങൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കണ്ട പോലെ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഗ്രാഫ് നമ്മൾ വരച്ചാല്, നമ്മുടെ ഒരു ബഡ്ജറ്റ് ലൈൻ വരച്ചാല് നമ്മൾ പറഞ്ഞു ഇവിടെ ടച്ച് ചെയ്യുന്ന അത് ഹൊറിസോണ്ടൽ ലൈൻ, നമ്മുടെ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണല്ലോ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. അപ്പൊ എന്തായിരിക്കടാ വെർട്ടിക്കല്? ഇതല്ലേ നമ്മുടെ വെർട്ടിക്കൽ ലൈന്. അപ്പൊ നമ്മുടെ ബജറ്റ് ലൈൻ വെർട്ടിക്കൽ ലൈനിൽ ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ Y ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. എന്താ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താടാ? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബജറ്റ് ലൈൻ Y ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയാം. അപ്പൊ അത് കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് is equal to M/P2. നിങ്ങൾ ഡൗട്ട് ആയിരിക്കും അല്ലേ, എന്തുകൊണ്ട് ഇങ്ങനെ M/P2 അപ്പുറത്ത് M/P1 ഒക്കെ വന്നത്? നമ്മൾ എപ്പോഴും ഒരു ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് താഴെ ഭാഗത്താണ് ഗുഡ് 1നെ, ഇവിടെയാണ് നമ്മൾ ഗുഡ് 2നെ മാർക്ക് ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് M/P1 ഇവിടെ വന്നത്, M/P2 എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ വന്നിട്ടില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? M/P2 എന്ന് പറയുന്നതാണ് നമ്മുടെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എത്ര വരാം? M എത്രയായിരുന്നു? ബജറ്റ് എത്രയായിരുന്നു? 120. P2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ നമ്മുടെ 120/4 എന്ന് പറയുമ്പോൾ 30 ആണ് നമുക്ക് എന്ത് ചെയ്യുക? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പൊ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് നമുക്ക് എത്ര കിട്ടി? 20യും കിട്ടി. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് നമുക്ക് 30യും കിട്ടി. ഇനി നമ്മളോട് ഡി ക്വസ്റ്റ്യൻ, അപ്പൊ ഇവിടെ നമുക്ക് 1 മാർക്ക് കിട്ടിട്ടോ. നമ്മളോട് ബജറ്റ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നു, ഡ്രോ ബജറ്റ് ലൈൻ. എങ്ങനെ ബജറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുക? നമ്മൾ മുന്നേ ബജറ്റ് ലൈൻ വരയ്ക്കും. നമ്മൾ ആദ്യം ബജറ്റ് സെറ്റ് പ്രിപ്പയർ ചെയ്യും അല്ലേ? 0,0, 0,1 എന്ന് പറഞ്ഞ ബജറ്റ് സെറ്റ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് നമ്മൾ അതിൽ ഫുൾ ഇൻകം സ്പെൻഡ് ചെയ്യുന്ന ബജറ്റ് എന്ത് ചെയ്യും? സർക്കിൾ ചെയ്യും. അതെടുത്തിട്ട് നമ്മൾ ബജറ്റ് ലൈൻ വരയ്ക്കും. പക്ഷെ ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക? ബജറ്റ് ലൈൻ വരയ്ക്കും. ഞാൻ ഇത് അവിടെ റഫ് ആയിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്.
എടാ ഒരു ലൈൻ നമുക്കൊരു ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എന്നുവെച്ചാൽ ഒരു ബജറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ ഇവിടുത്തെ പോയിന്റ് മാത്രമല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലോ. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന പോയിന്റ് എത്ര, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എത്രയാണ് 20. അപ്പൊ നമുക്ക് വേറെ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഇപ്പം 0, 5, 10, 20 കൊടുക്കാം. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് നമ്മൾ 20 മാർക്ക് ചെയ്യുന്നു. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എത്ര 30 ആണ്. അപ്പൊ ഞാൻ ഇവിടെയും 5, 10, 20, 30 വരെ മാർക്ക് ചെയ്യുന്നു. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും നമ്മൾ രണ്ടും നമ്മളിവിടെ മാർക്ക് ചെയ്യാണ്. ഇവിടെ 30, ഇവിടെ 20, രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു. നമ്മുടെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്തു കിട്ടി. നിങ്ങൾ ഇത് എന്ത് ചെയ്യണം, ഇവിടെ നമ്മുടെ ബജറ്റ് ലൈൻ്റെ ഇക്വേഷനും കൂടെ ഒന്ന് എഴുതി കൊടുക്കണേ. 6x1 + 4x2 = 120 എന്നുള്ള ഇക്വേഷനും കൂടെ അവിടെ എഴുതി കൊടുക്കുക. ഇതാണ് നമ്മുടെ ബജറ്റ് ലൈൻ. ബജറ്റ് ലൈൻ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് വരയ്ക്കാം. നമ്മൾ എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും മാത്രം എന്ത് ചെയ്താൽ മതിയടാ, കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ബജറ്റ് ലൈൻ വരയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് പോണ സമയത്ത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഡിക്രീസസ് ഫ്രം 120 to 60. കൺസ്യൂമറിന്റെ ഇൻകം എന്ത് സംഭവിച്ചു, 120 ഉണ്ടായിരുന്ന കൺസ്യൂമറിന്റെ ഇൻകം 60 ആയിട്ട് കുറഞ്ഞു. നിങ്ങളോട് ന്യൂ ബജറ്റ് ലൈൻ വരയ്ക്കാനാ പറഞ്ഞത്. കൺസ്യൂമറിന്റെ ഇൻകം എന്തായി, 120 നിന്നും 60 ആയിട്ട് കുറയും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയടാ, ഇവിടെ നമ്മൾ പുതിയ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കണം, പുതിയ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കണ്ടുപിടിച്ചിട്ട് പുതിയൊരു ബജറ്റ് ലൈൻ ഇവിടെ എന്താക്കണടാ, വരയ്ക്കണം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളോട് പുതിയ ബഡ്ജറ്റ് ലൈൻ, ചിലപ്പോൾ നിങ്ങളോട് പുതിയ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പറയും, ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി വരച്ചതിൽ ചേഞ്ച് കാണിക്കാനായിരിക്കും പറയാ. എങ്ങനെ പറഞ്ഞാലും നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ എളുപ്പത്തിൽ എന്ത് ചെയ്യും, പുതിയ എന്ത് കണ്ടുപിടിക്കുക, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കുക, ന്യൂ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കുക, ന്യൂ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കുക. എന്താ ഹൊറിസോണ്ടലിന്റെ ഇക്വേഷൻ, m/p1. എന്താ വെർട്ടിക്കലിന്റെ ഇക്വേഷൻ, m/p2. എത്രയാണ് പുതിയ m, 60 ആണ്. p1 എത്രയായിരുന്നു നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യനിൽ, 6 ആയിരുന്നു. m/p2 6 എത്ര വരും, 60 എത്ര വരും, 4 വരും. ക്ലിയർ അല്ലേ? അപ്പൊ അത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 10 വരും. 60 / 4 എത്രയാണ്, നമുക്ക് 15 ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കിട്ടുക. അപ്പൊ നമ്മുടെ പുതിയ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 10ഉം വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 15ഉമാണ് കിട്ടുക. നമ്മൾ എങ്ങനെ വരയ്ക്കും, സിമ്പിൾ ആയിട്ട് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് നമ്മൾ 15 മാർക്ക് ചെയ്യുന്നു, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് നമ്മൾ 10 മാർക്ക് ചെയ്യുന്നു, നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു. ഇത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ. അപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ എഴുതിയാൽ മാത്രം പോരാ, ഇവിടെ മാർക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളിപ്പം 2, 4, 6, 8 ഇട്ടിട്ട് എഴുതാണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ അവിടെ 5, 10, 15 ഇങ്ങനെ മാർക്ക് ചെയ്യണമെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ എന്തായാലും ഇവിടെ വരയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കോപ്പി അടിച്ചാന്ന് മനസ്സിലാവും ആൾക്കാർക്ക്. അല്ല കോപ്പി അടിക്കുകയാണെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ, ആരും കോപ്പി അടിക്കരുത് കേട്ടോ എക്സാമിന്, അങ്ങനെ ചെയ്യരുതൊക്കെ തെറ്റാണ്. ഇവിടെ 2, 4, 6, 8. ഓക്കെ, ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് എപ്പോഴും വാല്യൂസ് കൊടുത്തിട്ട് മാത്രം ഗ്രാഫ് വരയ്ക്കാം മക്കൾ. അത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്ത് മാർക്ക് ചെയ്ത് റഫായിട്ട് നിങ്ങൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഇവിടെ മാർക്ക് ചെയ്ത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഇവിടെ മാർക്ക് ചെയ്ത് അങ്ങനെ കൂടെ വരയ്ക്കല്ല ചെയ്യേണ്ടത്. നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ട് മാത്രം ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, നമ്മൾ ഇൻകത്തിൽ മാറ്റം വന്നാൽ നമ്മൾ ഈ മുകളിലത്തെ സാധനം മാറ്റിയില്ലേ. ഇനി അടുത്ത ചോദ്യം ഇപ്പൊ നോക്കടാ, ഇഫ് പ്രൈസ് ഓഫ് ഗുഡ് വൺ ഇൻക്രീസസ് ഫ്രം 4 to 10. പ്രൈസ് ഓഫ് ഗുഡ് വൺ എന്തായി, 4 നിന്നും 10 ആയിട്ട് ഇൻക്രീസ് ആയാൽ എന്ത് മാറ്റാണ് വരിക? പുതിയ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ആൻഡ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കണം. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എന്താ ഇവിടെ പറഞ്ഞേ, ഗുഡ് 1ന്റെ വില 4 നിന്നും 10 ആയ പുതിയ ബജറ്റ് ലൈൻ എങ്ങനെ വരും? അപ്പൊ ഇത് എപ്പോഴും പുതിയ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പറയൂല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി കൊടുത്തേ ഉള്ളൂ. അധിക സമയത്തും എന്തായിരിക്കും എന്നറിയടാ പറയാ, അധിക സമയത്തും നിങ്ങളോട് പറയാ പുതിയ ഗ്രാഫിൽ ചേഞ്ച് കാണിക്കാനായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഇവിടെ ബാക്കിയൊക്കെ സെയിം ആണ് അല്ലെ. ഗുഡ് 1ന്റെ പ്രൈസ് ആ 4 എന്നുള്ളത് എന്ത് മാത്രമായതാണ്, ഗുഡ് 1ന്റെ പ്രൈസ് ആയിരുന്നല്ലോടാ 4, ഗുഡ് 2ന്റെ പ്രൈസ് ആയിരുന്നേ 4, മാറിപ്പോയതാണ്. ശ്രദ്ധിക്കണടാ, ഗുഡ് 2 ആണ് കേട്ടോ ഇവിടെ. ഗുഡ് 2 ഇൻക്രീസസ് ഫ്രം 4 to 6. അപ്പൊ നമ്മളിവിടെ m/p1 വരയ്ക്കുന്നു ആസ് യൂഷ്വൽ. m/p1 എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ഏത് ഇൻകം ആണ് ഇവിടെ എടുക്കുക? നിങ്ങൾ ആദ്യം പഠിച്ചത് എടുത്താൽ മതി, 120 എടുത്താൽ മതി. അപ്പൊ 120/6 നമ്മൾ നേരത്തെ പറഞ്ഞ 20 നമ്മൾ ഇവിടെ എടുത്തു. ഇനി m/p2 എന്ന് പറയുന്നത് മാറും അല്ലെ. p2 മാറി, p2 പുതിയ ആളാണ്. p2 എത്രയാണ്, 10 ആണ്. അപ്പൊ നമ്മുടെ 120/10 നമുക്ക് ഇവിടെ കിട്ടും. നമ്മുടെ ആൻസർ എത്രയായിരിക്കും വരിക, 12 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാ വരുന്ന ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പുതിയ m/p1 കിട്ടി, പുതിയ m/p2 കിട്ടി. സെയിം മെത്തേഡ്, p2 ഇവിടെ മാർക്ക് ചെയ്യുന്നു 12, m/p1 ഇവിടെ മാർക്ക് ചെയ്യുന്നു 20, നമ്മൾ വരയ്ക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഇവിടെ മാർക്ക് ചെയ്യണം കേട്ടോ. 5, 10, 15, 20 മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇപ്പം 2, 4, 6, 8, 12 എങ്ങനെ വേണമെങ്കിലും മാർക്ക് ചെയ്യാം. പുതിയ ബജറ്റ് ലൈൻ വരയ്ക്കുക. എപ്പോഴും ബജറ്റ് ലൈൻ വരച്ചാൽ ഞാൻ ഇക്വേഷനും കൂടെ എഴുതാൻ ശ്രമിക്കണേ. അപ്പൊ ഇത്രയുമാണ് 8 മാർക്കിന് ബജറ്റ് ലൈനിൽ ചോദിക്കുക. സിമ്പിൾ ടോപ്പിക് ആണ്. നമുക്ക് ആദ്യൊരു ബഡ്ജറ്റിന്റെ ഗുഡിന്റെ വാല്യൂസ് തരും, അല്ലെങ്കിൽ അതിന്റെ പ്രൈസും അതേപോലെ തന്നെ ആളുടെ ബജറ്റും തരും. നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നു,
ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കുന്നു, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കുന്നു, നമ്മൾ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി അഥവാ ചേഞ്ച് വരികയാണെങ്കിൽ, ഇൻകം ചേഞ്ച് ആവുകയാണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൈസ് ഓഫ് ഗുഡ് ചേഞ്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ലൈനിൽ വരുന്ന മാറ്റം നമ്മൾ എന്ത് ചെയ്യുന്നു കാണിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം ഗ്രാഫിലും ഇതെല്ലാം കാണിക്കാം. ഇപ്പം ഇങ്ങനെയുള്ള ബഡ്ജറ്റ് ലൈൻ ചിലപ്പോൾ ഗുഡ്ടുവിന്റെ പ്രൈസ് ചേഞ്ച് ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവുന്ന രീതിയിലൊക്കെ കാണിക്കാം, അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് പുതിയ വരയ്ക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി അതാ ക്വസ്റ്റ്യനിൽ അത് മെൻഷൻ ചെയ്യും. നിങ്ങൾക്ക് ആ സെയിം ഗ്രാഫിൽ തന്നെയാണോ കാണിക്കേണ്ടത്, അല്ലെങ്കിൽ ന്യൂ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണോ എന്നുള്ളത് മെൻഷൻ ചെയ്യും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യുക. അതൊക്കെ സിമ്പിൾ ടോപ്പിക്സ് ആണ്. നമ്മുടെ ഇക്വേഷൻസ് നമ്മൾ ഇവിടെ ഒന്ന് സമ്മപ്പ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ നമ്മുടെ ഇക്വേഷൻസ് വരുന്നത് നോക്കിയേ. ബഡ്ജറ്റ് ലൈൻ കാണാനുള്ള ഇക്വേഷൻ എന്താ, P1x1 പ്ലസ് P2x2 ഈക്വൽ ടു M ആണ്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ M/P1 ആണ്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ M/P2 ആണ്. ഒരു കാര്യം നമ്മൾ വിട്ടുപോയി, സ്ലോപ്പ് കാണാൻ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ. സ്ലോപ്പ് കാണാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതേ സെയിമിൽ തന്നെ നമുക്ക് F എന്ന് പറഞ്ഞിട്ട് G എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഫൈൻഡ് സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ. സ്ലോപ്പ് കാണാൻ വേണ്ടി പറയും. എങ്ങനെയാണ്, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ഉണ്ടല്ലോ, മുകളിൽ നിന്ന് താഴത്തേക്കാണ് നെഗറ്റീവ് ആയിരിക്കും ആലോചിക്കാം. അപ്പൊ നമ്മളോട് സ്ലോപ്പ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുക നോക്കിയേ. സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ ആണ് -P1/P2. സിമ്പിൾ. നിങ്ങളോട് P1ന്റെയും P2 ബൈ അത്രേ ഉള്ളൂ. എന്താ ചെയ്യുക, P1 എത്ര, 6/4 -6/4 എത്ര ആൻസർ വരിക, -6/4 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, -1.5 ആണ് നമുക്ക് എന്ത് ചെയ്യുക ആൻസർ കിട്ടുക. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇത് 1 മാർക്കിനെ ചോദിക്കും. സിമ്പിൾ ആണ് ഇക്വേഷൻ, ഒരു ടഫും ഇല്ല. എന്താ ഇക്വേഷൻ എന്ന് പറയുന്നത്, -P1/P2 സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ. ആ P1ഉം P2 ഡിവൈഡ് ചെയ്യുക, അത് ഒരു മൈനസ് വാല്യൂ ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ നമുക്കിവിടെ ചെയ്യാനായിട്ട്. ഇനി നമ്മളോട് ചോദിക്കണ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇപ്പോൾ നിങ്ങൾ ഏത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും അതിൽ കാണുന്ന ഒരു ചോദ്യമാണ്. ഇതെല്ലാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട് കേട്ടോ. ഇലാസ്റ്റിസിറ്റിന്റെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ബഡ്ജറ്റ് ലൈനിന്റെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, എന്തായാലും എക്സാമിന് ചോദിക്കും. 100% ഷുവർ ആണ്. അതേപോലെ തന്നെ 100% ഷുവർ ആയിട്ടുള്ള അടുത്ത ചോദ്യമാണ് നമ്മുടെ കോസ്റ്റ് കർവുകളിൽ വരുന്ന കോസ്റ്റ് ഇക്വേഷൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഈ ഇക്വേഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് അങ്ങോട്ട് പഠിച്ചു വെക്കുക. ബൈ ഹാർട്ട് ചെയ്യാന്ന് വെച്ചാൽ മക്കളെ കാണാതെ പഠിക്കുന്നതിനും കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുകയും കൂടെ വേണം. ഈ കോസ്റ്റ് കർവ് കുറേ ഇക്വേഷൻസ് ഉണ്ടല്ലോ, ഇതെന്താ എല്ലാം കൂടെ പഠിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതെല്ലാം സിമ്പിൾ ഇക്വേഷൻസ് ആണ്. നോക്കിയേ, ടോട്ടൽ കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ TFC പ്ലസ് TVC. നമുക്കറിയാം TFC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു കമ്പനീന്റെ ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. പ്രൊഡക്ഷൻ തുടങ്ങിയാലും പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടില്ലെങ്കിലും ഓൽക്ക് ആ കോസ്റ്റ് ഉണ്ടാവും, നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ. എന്താണ് TVC എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് ആണ്. പ്രൊഡക്ഷൻ തുടങ്ങിയാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു ബേക്കറി നിങ്ങൾ തുടങ്ങാമെന്ന് വിചാരിക്കാം. നിങ്ങളൊരു ബേക്കറി തുടങ്ങിയാൽ നിങ്ങൾക്ക് 2 തരം, നിങ്ങൾക്ക് ഒരു മൊത്തം കോസ്റ്റ് അവിടെ ഉണ്ടാവും. പ്രധാനമായിട്ടും അവിടെ 2 തരം കോസ്റ്റ് ഉണ്ടാവാം. ഒന്ന് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്, ഒന്ന് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. എന്താ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്? നിങ്ങൾ ബേക്കറിയിൽ നിങ്ങൾ പഫ്സും കട്ട്ലറ്റും ചായയും കാപ്പിയും ഒന്നും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിലും, നിങ്ങൾക്ക് കച്ചവടം സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഉണ്ടാവുന്ന കോസ്റ്റ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ ആ ഒരു ഷോപ്പിന്റെ റെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ഇലക്ട്രിസിറ്റി ചാർജസ് ആയിരിക്കാം. ഇതൊക്കെ ഫിക്സ്ഡ് ആണ്, ഇത് എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫേമിൽ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടില്ലെങ്കിലും നമ്മൾ അടയ്ക്കേണ്ട കോസ്റ്റാണ്. നിങ്ങളൊരു വീട് വാടകയ്ക്ക് എടുക്കുന്നു, നിങ്ങൾ അവിടെ താമസിക്കുന്നില്ല, എന്നാലും നിങ്ങൾ റെന്റ് കൊടുക്കണ്ടേ. അതേപോലെ നമ്മളൊരു ഫേം എടുക്കുന്ന സമയത്ത്, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഫിക്സ്ഡ് ആയിട്ടെന്ന് വെച്ചാൽ അവിടെ പ്രൊഡക്ഷൻ ഇല്ലെങ്കിലും നമ്മൾ കൊടുക്കേണ്ട കോസ്റ്റ് ആണ് ഫിക്സ്ഡ് കോസ്റ്റ്. നെക്സ്റ്റ് ആണ് വേരിയബിൾ കോസ്റ്റ്. പ്രൊഡക്ഷൻ തുടങ്ങിയാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ബേക്കറിയിൽ സ്നാക്സ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മാത്രം വരുന്ന കോസ്റ്റ് ഇല്ലേ, എന്തൊക്കെയായിരിക്കാം? ഇപ്പൊ നിങ്ങൾ അവിടേക്ക് വാങ്ങുന്ന ചിക്കന്റെ പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ അവിടേക്ക് വാങ്ങുന്ന വെജിറ്റബിൾസിന്റെ, ഫ്രൂട്ട്സിന്റെ, പാലിന്റെ ഒക്കെ പൈസ ആയിരിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അത് കാണാനുള്ള ഇക്വേഷൻ എന്താ, TFC കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ഫേം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടിയതാണ്. ഇനിയാണെങ്കിലോ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, TC മൈനസ് TVC, TVC ഈസ് ഈക്വൽ ടു TC മൈനസ് TFC. ഇതെന്ന് തന്നെ ഡിറൈവ് ചെയ്ത ഇക്വേഷൻസ് ആണ്. ഇനി ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. എന്താണ് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാല്, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഒരു 100 ആണെന്ന് വിചാരിക്കാം. ഓല് ഉണ്ടാക്കിയ ഔട്ട്പുട്ട് ഒരു 10 ആണെന്ന് വിചാരിക്കാം. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ TFC എന്ന് പറയുന്നത് ഒരു 100 ആണെന്ന് നിങ്ങൾ വിചാരിക്കൂ. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ആ ഫേമിന് 100 ആണ്. അവരുണ്ടാക്കിയ ഔട്ട്പുട്ട് Q എന്ന് പറയുന്നത് 10 ആണെന്ന് വെച്ചാൽ 100 രൂപ ഉപയോഗിച്ചിട്ട് 10 ഔട്ട്പുട്ട് ഓല് പ്രൊഡ്യൂസ് ചെയ്തു. എങ്കിൽ ഓലെ ഫിക്സ്ഡ് കോസ്റ്റിൽ നിന്നും ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ ഓൾക്ക് എത്ര പൈസ ചെലവായിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയേ. 100 ആണ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്, 10 ആണോ ഔട്ട്പുട്ട്? സിമ്പിൾ അല്ലേ, 10 ആയിരിക്കും. അവരുടെ എന്താ പറയാ ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. അപ്പൊ എന്താ ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ്? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി. ഓല ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ്. ഒരെണ്ണം ഉണ്ടാക്കാൻ എത്ര ടോട്ടൽ കോസ്റ്റിൽ നിന്നും ചെലവാകുന്നു, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിൽ നിന്നും ചെലവാകുന്നു. അപ്പം ഇതിൽ നിന്ന് നമുക്ക് വേറൊരു ഇക്വേഷനും കൂടെ ഡിറൈവ് ചെയ്യാൻ നോക്കിയേ. എന്താ വേറൊരു ഇക്വേഷൻ എന്ന് പറയുന്നത്? TFC ഈസ് ഈക്വൽ ടു ഈ പറയുന്ന ഈ AFC ഇങ്ങോട്ട് പോകുമ്പോൾ AFC ഇൻറ്റു Q ആവും. അടുത്ത സെയിം ടോപ്പിക്കാണ് AVC.
ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇവിടെ എന്താണോ പഠിച്ചത് അത് തന്നെ. ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫേമിന്റെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 100 ആണെന്ന് വിചാരിക്കാം. ഒരു ഫേമിന്റെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 100 ആണെന്ന് വിചാരിക്കാം. ഓലുണ്ടാക്കിയ ഔട്ട്പുട്ട് 10 നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പൊ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ ഓൾക്ക് എത്ര വേരിയബിൾ കോസ്റ്റ് ചെലവാവും? എങ്ങനെ നമ്മൾ കാണാം? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ മതി. മനസ്സിലായടാ? അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 100/10 is equal to എത്ര നമുക്ക് കിട്ടുക? 10 തന്നെയാണ് ആൻസർ കിട്ടുക. അപ്പൊ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കാണാൻ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് TVC കാണാനുള്ള ഒരു ഇക്വേഷൻ കിട്ടൂലെ? എന്താ കിട്ടുക? നമുക്ക് ഇതാ നോക്കിയേ, TVC is equal to AVC into Q. അടുത്തതാണ് AC. AC എന്ന് പറഞ്ഞാൽ ആവറേജ് കോസ്റ്റാ. സിമ്പിൾ സാധനമാണ്. ടോട്ടൽ കോസ്റ്റ് ബൈ Q. ഇപ്പൊ നമ്മൾ പറഞ്ഞു TFC 100 ആണ്, TVC 100 ആണ്. അപ്പൊ അവരുടെ TC എത്രയായിരിക്കും? 200 ആയിരിക്കൂലേ? 200 ആയിരിക്കും അല്ലേ? അപ്പൊ ടോട്ടൽ കോസ്റ്റിൽ നിന്നും ഒരു കമ്പനീന്റെ മൊത്തം ചെലവിൽ നിന്നും ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ അവർക്ക് എത്ര പൈസ ചെലവാകുന്നു എന്നുള്ളതാണ് ടോട്ടൽ കോസ്റ്റ് ഇക്വേഷൻ. ആവറേജ് കോസ്റ്റ്. ആവറേജ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു TC ബൈ Q. ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് വേറെ ഇക്വേഷൻ ഉണ്ടാക്കാം. സെയിം ആസ് യൂഷ്വൽ TC ഈസ് ഈക്വൽ ടു AC ഇൻറ്റു Q നമുക്ക് ഉണ്ടാക്കാം. അടുത്തതാണ് ഫൈനൽ വൺ ആണ് MC എന്ന് പറയുന്നത്. MC എന്ന് പറഞ്ഞാൽ എത്രയാണ്? MC ഈസ് ഈക്വൽ ടു ഡെൽറ്റ TC ബൈ ഡെൽറ്റ Q. മാർജിനൽ കോസ്റ്റ്. നമ്മൾ കുറേ മാർജിനൽ ഇവിടെ പഠിക്കുന്നുണ്ട്. നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി പഠിച്ചിട്ടുണ്ട്, നമ്മൾ മാർജിനൽ പ്രോഡക്റ്റ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ MC എന്ന് പറയുന്നത് എന്താ? ഡെൽറ്റ TC ബൈ ഡെൽറ്റ Q ആണ്. എന്താണ് ഡെൽറ്റ TC? ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ്. എന്താണ് ഡെൽറ്റ Q? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ആണ് നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ ഒരു കമ്പനീന്റെ ടോട്ടൽ കോസ്റ്റ് 100 ആയിരുന്നു. ഒരു 10 ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പെട്ടെന്നാണ് അവർക്ക് തോന്നുന്നത് കുറച്ചും കൂടി പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഒരു 2 ഗുഡും കൂടെ എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുന്ന വെച്ചാൽ 10ൽ നിന്നും അവർ 12 ആക്കിയിട്ട് ഒരു ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്താൽ ഓല കോസ്റ്റ് കൂടൂലേ? ഓല കോസ്റ്റ് ഒരു 100 120 എന്ന് വിചാരിക്കാം. അപ്പൊ 100 120 എന്തുകൊണ്ട്? അവരുടെ ഔട്ട്പുട്ട് കൂടിയപ്പം കോസ്റ്റ് കൂടി. ആ ചേഞ്ച് കണ്ടുപിടിക്കുന്നതാണ് മാർജിനൽ കോസ്റ്റ്. ദ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൽ വന്ന മാറ്റം കൊണ്ട് കോസ്റ്റിൽ ഉണ്ടായ മാറ്റമാണ് മാർജിനൽ കോസ്റ്റ്. ഇത്രയുമാണ് നമ്മുടെ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പ്രോബ്ലം എക്സാമിന് തരും. നമ്മളോട് എന്നിട്ട് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. നോക്കിയാൽ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുക? എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒക്കെ നോട്ടിലേക്ക് എഴുതിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? TFC തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് നമുക്ക് അതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് Q നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് എത്രയാ തന്നിട്ടില്ലേ? നോക്കിയേ എല്ലാവരും. ഔട്ട്പുട്ട് എത്ര തന്നിട്ടില്ലേ? 0 1 2 3 4 എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമുക്ക് ഇവിടെ മാത്രം തരും 100 എന്ന്, താഴേക്ക് ബ്ലാങ്ക് ആയിരിക്കും. ഇപ്പൊ നമ്മളത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഇസ് ഓൾവേസ് ഫിക്സ്ഡ്. താഴത്തേക്കും ഫുള്ള് 100 ആയിരിക്കും. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് 0 ആണ്. എന്തുകൊണ്ടാണ് 0 എന്ന്? അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക. വൺ വേർഡിന് ചോദിക്കും, ഇഫ് ഔട്ട്പുട്ട് ഓഫ് എ ഫേം ഇസ് 0, അവരുടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. നമ്മൾ പഠിച്ചു ഔട്ട്പുട്ട് 0 ആണെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേരിയബിൾ കോസ്റ്റ് അവിടെ ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ 0 തന്നെയാണ് ഫസ്റ്റ് വരിക. പിന്നെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വേരിയബിൾ കോസ്റ്റ് ഉണ്ട് 40 70 120 200 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് പോകുന്നുണ്ട്. നമ്മൾ അടുത്ത കോളത്തിലേക്കുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക അല്ലെ? ടോട്ടൽ കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? എന്താടാ? ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ TFC പ്ലസ് TVC. അപ്പൊ നമുക്ക് എത്ര വരും? ഫസ്റ്റ് ടോട്ടൽ കോസ്റ്റ് 100 തന്നെ വരും. പിന്നെ 100 പ്ലസ് 40 140 ഇവിടെ വരും. ഇവിടെ 170 വരും. ഇവിടെ എത്ര വരും? 220 വരും. ഇവിടെ 300 വരും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുക. അടുത്ത എന്താണ്? AFC കാണാനാ പറഞ്ഞത്. AFC എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിൽ നിന്നും ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ എത്ര പൈസ ചെലവാകുന്നു. ഇക്വേഷൻ എന്താണ്? TFC ബൈ Q ആണ്. ഫസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, 0 ആയിരിക്കും. പിന്നെ നമുക്ക് എത്ര വരാന്ന് നോക്കിയാൽ AFC എന്ന് പറയുന്നത് AFC എത്ര വരാം? 100/1 അല്ലേ? ഇതല്ലേ TFC ബൈ Q അല്ലേ? അപ്പൊ 100/1 ഇവിടെ എത്ര വരും? 100 തന്നെ വരും. അടുത്തത് 100/2 50 വരും. അടുത്തത് 100/3 എത്ര വരും? 33.33 എന്ന് വരും. അടുത്തത് 33 ആണടാ, 33.33 വരും. അടുത്തതോ 100/4 എന്ന് പറയുമ്പോൾ നമുക്ക് 25 കിട്ടും. അടുത്തത് AVC ആണ് നമ്മളോട് കാണാൻ പറഞ്ഞേ. നമ്മൾ എങ്ങനെ AVC കണ്ടുപിടിക്കുക? AVC കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെയിം മെത്തേഡ് തന്നെ എന്ത് ചെയ്യുക? ഇവിടെ യൂസ് ചെയ്യുക അല്ലേ? AVC ഇങ്ങനെ കിട്ടാൻ നമുക്ക് TVC ബൈ Q ആണ്. ഇതേ ബൈ ഇതാണ്, TVC ബൈ Q ആണ്. ഫസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നമുക്ക് കണ്ടുപിടിക്കാൻ. പിന്നെ AVC എന്ന് പറഞ്ഞിട്ടെങ്കിൽ എത്രയാ നോക്കിയേ? TVC ആയിട്ടുള്ള 40/1 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 40 തന്നെ കിട്ടും. പിന്നെ നമുക്ക് 70 എന്ന് പറയുമ്പോൾ 35 കിട്ടും. 70/2 120/3 എന്ന് പറയുമ്പം 40 ആണ്. അതേമാതിരി തന്നെ 200/4 എന്ന് പറയുമ്പം 50 ആണ്. ഇത്രയുമാണ് നമ്മുടെ AVC കിട്ടുക.
ഇനി അടുത്തതാണ് നമ്മുടെ AC, ആവറേജ് കോസ്റ്റ്. ആവറേജ് കോസ്റ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ആവറേജ് കോസ്റ്റ് എന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? AFCനെയും AVCനെയും കൂടെ കൂട്ടിയാൽ മതി. ഇതിനെയും കൂടെ പ്ലസ് ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും. നിങ്ങൾ ഡിവൈഡ് ചെയ്യാനൊന്നും പോകണ്ട, ജസ്റ്റ് പ്ലസ് ചെയ്ത് അങ്ങോട്ട് എഴുതാം. ഇവിടെ 140 കിട്ടും, പിന്നെ ഇവിടെ നമുക്ക് 85 കിട്ടും. നോക്കിയേ, 40 + 33.33 എന്ന് പറഞ്ഞാൽ 73.33 കിട്ടും. 50 + 25 എന്ന് പറഞ്ഞാൽ നമുക്ക് 75 കിട്ടും. അടുത്തത് മാർജിനൽ കോസ്റ്റാ. മാർജിനൽ കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു, ΔTC/ΔQ. ശ്രദ്ധിക്കുക, ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെയാണ് ΔTC. ΔTC എപ്പോഴും എല്ലാവർക്കും ഡൗട്ടാണ്. ΔTC പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടേക്കുള്ള ചേഞ്ച് ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ΔTC എന്ന് പറയാം. ഇവിടുന്ന് ഇവിടേക്കുള്ള ചേഞ്ച് ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ΔQ എന്ന് പറയാം. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ΔTC/ΔQ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ചേഞ്ച് എത്ര? 40 ഫസ്റ്റ് ഉണ്ടാവില്ല മാർജിനൽ കോസ്റ്റ്, 40/1 എന്ന് വെച്ചാൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 40/1 എന്ന് പറയുമ്പോൾ നമുക്ക് 40 തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുക? ആൻസർ കിട്ടാം. പിന്നെ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം, നമുക്ക് ഇവിടെ ക്വാണ്ടിറ്റി 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടല്ലേ തന്നത്, എല്ലാ ഡിഫറൻസും 1 അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ഉള്ള TCന്റെ ഡിഫറൻസിനെ ഏതിനെ കൊണ്ട് 1 ഡിവൈഡ് ചെയ്താലും ആ ഡിഫറൻസ് തന്നെയല്ലേ അവിടെ കിട്ടുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിവൈഡ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ ഈ ഡിഫറൻസ് എടുത്ത് അവിടേക്ക് എഴുതിയാൽ മതി. ഇപ്പൊ /1 ചെയ്ത് എഴുതിയോണ്ട് തെറ്റൊന്നുമില്ല. നമ്മളിവിടെ TCയിലുള്ള ഡിഫറൻസ് ഡയറക്റ്റ് എടുത്ത് എഴുതുമ്പോൾ നമുക്ക് 40 കിട്ടും ആദ്യം. നോക്കിയാൽ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 30 ആണ്, ഇവിടുന്ന് 30, ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്ര വരുന്നത്? 50 ആണ് വരുന്നത്. ആൻഡ് ഫൈനലി ലാസ്റ്റ് 80 ആണ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് കർവ് കണ്ടുപിടിക്കുക. വളരെ സിമ്പിൾ ആണ്. അപ്പൊ എപ്പോഴും നിങ്ങൾക്ക് ഇത് രണ്ടും തന്നെ ഇത് കാണണം പറയണം എന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് AFC ആയിരിക്കും നടുവിൽ തരിക, അപ്പൊ ഏത് വേണമെങ്കിലും തരാം. ചിലപ്പോൾ ബ്ലാങ്ക് ആയിട്ട് തരും, ഓരോന്ന് വിട്ടിട്ട് തരും. അപ്പൊ എല്ലാ ഇക്വേഷൻസും മക്കൾ പഠിച്ചു വെക്കുക. എല്ലാത്തിൻ്റെയും സിമ്പിൾ ഇക്വേഷൻസ് അതിന്റെ കൂടെ തന്നെ ഉണ്ട്, അതും കൂടെ പഠിച്ചു വെച്ചിട്ട് എക്സാമിന് പ്രിപ്പയർ ആയിട്ട് പോകാം. അപ്പൊ ഈ 3 ടോപ്പിക്സ് എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഈ 3 രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ 3 ഏരിയാസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട്. അപ്പൊ നിങ്ങൾ കീപ് വാച്ചിങ്. ബൈ.